സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ആരും പ്രത്യേകിച്ച് പറയാതെ തന്നെ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ വോട്ടർമാരും ജനങ്ങളും ഏറെക്കുറെ ഒരു നിലപാടിൽ എത്തിയതായാണ് കാണാൻ സാധിക്കുക. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കാനുള്ളതാണ്. എന്നാൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള പ്രാധാന്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ടാകുന്നത്. അതിന് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഇതേ രീതിയിൽ പോയാൽ അപകടമാവും, രാഷ്ട്രം അപകടത്തിലാകുന്നു എന്ന ചിന്ത ശക്തമാവുകയാണ്. രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ ചിന്ത ബലപ്പെടുത്തുന്നതാണ്. ഗവൺമെൻറ് നിയതമായ രീതികളെല്ലാം വിട്ട് സഞ്ചരിക്കുന്നതായി ജനങ്ങളെല്ലാം കാണുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇവിടെ ഇല്ലാതാവുകയാണ്. പലതും ലംഘിക്കപ്പെടുകയാണ്. ഇന്ത്യ രാജ്യം മതനിരപേക്ഷതയ്ക്ക് പേരുകേട്ട ഇടമാണ്. ഭരണഘടനയിൽ തന്നെ നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ്. പക്ഷേ ആ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് തന്നെ മതനിരപേക്ഷത തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിരോധാഭാസമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ആശ്ചര്യപ്പെടേണ്ടതായിട്ടില്ല. കാരണം ഇപ്പോഴത്തെ ഗവൺമെൻറ് RSS നേതൃത്വം അംഗീകരിച്ച BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്. മതനിരപേക്ഷതയെക്കുറിച്ച് RSSന് നേരത്തെ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാകുന്നതിനെ ആ ഘട്ടത്തിൽ RSS എതിർത്തിട്ടുണ്ട്. അവർക്ക് ഇതൊരു മതാധിഷ്ഠിത രാഷ്ട്രമാകണം എന്നായിരുന്നു നിർബന്ധം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ
അതിവിശദമായാണ് ഈ പ്രശ്നം ചർച്ച ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രമുഖരായ നേതാക്കളെല്ലാം ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തി. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ആ തീരുമാനത്തോട് വിയോജിപ്പ് RSS അന്നേ രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നവയാണ്. അവ സ്വാംശീകരിച്ച് ഭരണഘടനാ മൂല്യങ്ങളാക്കുകയാണ് ഭരണഘടന നിർമ്മാണ സഭ ചെയ്തത്. പക്ഷേ ആ മൂല്യങ്ങളോട് ഒരു തരത്തിലും യോജിപ്പില്ലാത്തവരായിരുന്നു RSS. അതിന് കാരണം ദേശീയ പ്രസ്ഥാനത്തിൽ രാജ്യത്തെ എല്ലാ വിഭാഗവും പങ്കെടുത്തെങ്കിലും ആ രീതിയിൽ പങ്കുവഹിച്ചവരല്ല RSS എന്നത് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക, ഇന്ത്യ സ്വതന്ത്രയാവുക, നമ്മുടെ വിവിധ ധാരകൾ ഒത്തുചേർന്നുകൊണ്ട് ദേശീയ പ്രസ്ഥാനമുയർത്തിയ മുദ്രാവാക്യമാണത്. പക്ഷേ RSSന് ആ അഭിപ്രായമായിരുന്നില്ല. അവരുടെ നേതാക്കൾ ബ്രിട്ടീഷ് വൈസ്രോയിയെ കണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരേ താല്പര്യമാണ്, ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല എന്നാ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരുന്നു. കാലം മാറി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾ ഇതിനെല്ലാം എതിരായ കൂട്ടരുടെ കയ്യിൽ രാജ്യത്തിൻ്റെ ഭരണമെത്തിക്കുന്ന നിലയുണ്ടാക്കി. ഇത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നമ്മുടെ രാജ്യത്ത് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ് എന്നത് മറക്കാൻ കഴിയില്ല. കോൺഗ്രസ് RSS പ്രതിദാനം ചെയ്യുന്ന വർഗീയതയെ മതനിരപേക്ഷതയുടെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്ന നിലപാടല്ല സ്വീകരിച്ചു വന്നത്. ആദ്യഘട്ടത്തിൽ അത്തരമൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് വർഗീയതയുമായി സമരസപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് രാജ്യത്തിനകത്ത് ശക്തമായ വർഗീയ വികാരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിനെതിരെ ജനങ്ങളെ അണിനിരത്താനല്ല കോൺഗ്രസ് തയ്യാറായത്. അവർ
അത്തരം കാര്യങ്ങളിൽ എതിരായ സമീപനം സ്വീകരിക്കേണ്ടതില്ല. RSS പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നിലപാടുണ്ട്. അതിലൊരു മൃദു ഹിന്ദുത്വ സമീപനം, വർഗീയതയോട് സമരസപ്പെട്ടു പോവുക എന്ന നിലപാടാണ് നല്ലത് എന്ന് കോൺഗ്രസ് നേതൃത്വം കണ്ടു. ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകങ്ങൾ തകർക്കുന്ന സംഭവങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സംഘപരിവാറിൻ്റെ നിലപാടിനെതിരാകാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവർ വലിയ തോതിൽ സംഘപരിവാർ നിലപാടിനോടൊപ്പം അണിചേരുന്ന കാഴ്ചയാണ് പല സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കോൺഗ്രസ്സിന് എത്രമാത്രം തകർച്ചയുണ്ടാക്കി എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. രാജ്യത്ത് സംഘപരിവാർ താൽപ്പര്യം ശക്തിപ്പെടുന്നതിനാണ് ഇതിടയാക്കിയത്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നായി സംഘപരിവാർ കൈയടക്കുന്നതും സംഘപരിവാറിൻ്റെ ഭൂമികയായി അത്തരം പ്രദേശങ്ങൾ മാറുന്നതും നാം കാണുകയുണ്ടായി. അപ്പോഴും കോൺഗ്രസിൻ്റെ നയത്തിൽ മാറ്റമുണ്ടായില്ല. ഇത് ആഭ്യന്തര പ്രശ്നങ്ങളിൽ മാത്രമല്ല, രാജ്യമെന്ന നിലക്ക് നാം സ്വീകരിച്ചിരുന്ന പൊതുവായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ദേശീയ പ്രസ്ഥാന കാലഘട്ടം മുതൽ നമ്മുടെ രാജ്യം സ്വീകരിച്ചു വന്നതാണ്. പക്ഷെ അതിലും ഇതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ നമുക്ക് ദർശിക്കാനായി. പാലസ്തീൻ പ്രശ്നം ആ കൂട്ടത്തിലൊന്നാണ്. പാലസ്തീൻ എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാഷ്ട്രമായിരുന്നു. പാലസ്തീനെ മാത്രമേ നാം അംഗീകരിച്ചിരുന്നുള്ളൂ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ യാസർ അറാഫത്തിനെ കൂടെ നിർത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാഷ്ട്രമായിരുന്നു ഇന്ത്യ. എന്നാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് നരസിംഹറാവുവിൻ്റെ കാലത്തേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളിൽ വലിയ മാറ്റം വന്നു. ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലയിലേക്ക് വന്നു. നരസിംഹറാവു ആഭ്യന്തര പ്രശ്നങ്ങളിൽ സ്വീകരിച്ച നിലപാടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാറ്റിലും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാനുള്ള ത്വര, അതാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. ശക്തമായി അതിനെ എതിർത്ത് ജനങ്ങളെ അണിനിരത്തി മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക എന്നതിനല്ല കോൺഗ്രസ് പ്രാമുഖ്യം കൊടുത്തത്. അതിൻ്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസ്സിലെ പഴയ
12 മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിക്കകത്ത് കാണാൻ നമുക്ക് കഴിയുക. കോൺഗ്രസ്സിലെ പ്രധാനികൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരായും കേന്ദ്രമന്ത്രിമാരായും അവരുടെ പാർട്ടി നേതാക്കളായും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു. ഏത് കോൺഗ്രസ്സുകാരൻ നാളെ ബി ജെ പി ആകും എന്നതിൽ ആർക്കും ഉറപ്പില്ലാത്ത അവസ്ഥ. ആരുമാകാം എന്നതാണ് നില. നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തിയാലും ആ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ്സുകാർ തന്നെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് ബി ജെ പി ഭരണം കൊണ്ടുവരുന്നതും വിവിധ സംസ്ഥാനങ്ങളിൽ കാണാൻ നമുക്ക് കഴിഞ്ഞു. ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഈ കാഴ്ച കാണാനായി. ഇത് തുറന്നുകൊണ്ടേ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭാ മെമ്പർമാരെ തിരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ അടുത്ത നാളിലാണ് തിരഞ്ഞെടുപ്പ് നടന്ന് നിയമസഭ തന്നെ രൂപീകൃതമായത്. പക്ഷേ ആ കൂട്ടത്തിൽ മോശമല്ലാത്ത നമ്പർ കോൺഗ്രസ്സുകാർ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മനു അഭിഷേക് സിംഗ്വി. അദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവും രാജ്യത്തെ മുൻനിരയിലുള്ള സുപ്രീം കോടതി സീനിയർ അഡ്വക്കറ്റുമാരിൽ ഒരാളുമാണ്. അദ്ദേഹം വിലപിക്കുന്നത് നമ്മൾ കേട്ടു. ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തതിന് ശേഷം അവർ തന്നെ പോയി എനിക്കെതിരെ വോട്ട് ചെയ്തത് എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ ഏത് തരം ഗണത്തിൽപ്പെടുന്ന മനുഷ്യരാണ് എന്നതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് എന്നത് ഇന്ന് കോൺഗ്രസ്സായി നിൽക്കുമ്പോൾ അടുത്ത നിമിഷം എന്താകും എന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ലാത്ത, ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞത്, എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പി ആവും. അത് അഭിമാനബോധത്തോടെ വിളിച്ചു പറയുന്നത് ശീലമാക്കിയ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റിനടക്കം നമ്മൾ കാണുകയാണ്. ഇത്തരമൊരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉരക്കല്ല് നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർ, ആ പൗരത്വം നിശ്ചയിക്കുന്നത് മതാടിസ്ഥാനത്തിലല്ല എന്നതാണ്. ലോകത്ത് പരിഷ്കൃത രാഷ്ട്രങ്ങളൊന്നും
മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യം 4 വർഷം മുൻപ് ഇവിടെ ഒരു പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി പൗരത്വത്തിൻ്റെ അടിസ്ഥാനം മതമാക്കി നിശ്ചയിക്കലായിരുന്നു. നമ്മുടെ അയൽപക്ക രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങൾ അവിടെയുള്ള പ്രശ്നങ്ങളുടെ മേലെ കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു. അവർ അഭയാർത്ഥികളായി, കുടിയേറ്റക്കാരായി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. അവർക്ക് പൗരത്വം നൽകുക, ഇതാണ് പൗരത്വ നിയമ ഭേദഗതിയുടെ ഉദ്ദേശമായി പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പ്രായോഗിക രൂപം വന്നത് ഈ കുടിയേറിയ വിഭാഗത്തിലുള്ള 6 വിഭാഗക്കാർക്ക് മാത്രമേ പൗരത്വം നൽകുകയുള്ളൂ. പ്രധാന ഉദ്ദേശം കുടിയേറിയവരുള്ള മുസ്ലിം വിഭാഗത്തിന് പൗരത്വം നിഷേധിക്കലാണ്. ഇത് നമ്മുടെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെതിരാണ്, മതേതരത്തിനെതിരായ നടപടിയാണ്, നമ്മുടെ ഭരണഘടനയ്ക്കെതിരായ നിലപാടാണ്. പരിഷ്കൃത ലോകം അംഗീകരിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയും ആംനസ്റ്റി ഇൻ്റർനാഷണലുമൊക്കെ ഇതിനെ തള്ളിപ്പറഞ്ഞത്. അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി രാജ്യത്തെ മാറ്റിയവരാണ് BJPക്കാർ. പക്ഷേ അമേരിക്കക്ക് ഈ നടപടിയെ തള്ളിപ്പറയേണ്ടി വന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഈ നടപടിയെ തള്ളിപ്പറഞ്ഞു. ചൈനയടക്കമുള്ള ഒട്ടേറെ രാഷ്ട്രങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു. ചുരുക്കത്തിൽ ലോക പൊതുജനാഭിപ്രായം ഇതിനെതിരായി വന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് ആ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. മാത്രമല്ല, ഇതിനകത്ത് കുടിയേറ്റക്കാരെന്നും അനധികൃത കുടിയേറ്റക്കാരെന്നും വിശദീകരിച്ചുകൊണ്ട് ആ തരത്തിലൊരു പദവി ചാർത്തി അത്തരം നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കും എന്ന പ്രഖ്യാപനം വരുന്നു. ഇവിടെ നിർത്തുന്നില്ല. ഇതിൻ്റെ തുടർച്ചയായി ദേശീയ പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരുമെന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ തയ്യാറാക്കും എന്നും പറഞ്ഞിരിക്കുന്നു. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, ദേശീയ പൗരത്വ രജിസ്റ്റർ, ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയിലൂടെ പൗരത്വം നൽകൽ, ഇതെല്ലാം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്ത മൂല്യങ്ങൾക്കെതിരായിട്ടുള്ളതാണ്. ഇവിടെ മൗലികാവകാശങ്ങൾ ഹനിക്കാൻ ഒരു നിയമവും കൊണ്ടുവരാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സുപ്രീം കോടതി അതിവിശദമായ വാദം കേട്ടതിന് ശേഷം നിലപാട് വ്യക്തമാക്കിയതാണ്. കേശവാനന്ദ ഭാരതി കേസിൽ മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന
നിയമം കൊണ്ടുവരാനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ് വന്നിട്ടുള്ളത്. മതനിരപേക്ഷതയുടെ ഭാഗമായി ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ആളുകൾക്ക് അവകാശമുണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത് നിയമത്തിന് മുന്നിലുള്ള തുല്യതയും നിയമത്തിന് മുന്നിലുള്ള തുല്യ പരിരക്ഷയുമാണ്. ആ തുല്യതയും പരിരക്ഷയും ഇന്ത്യൻ പൗരർക്കെന്നല്ല ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. ഭരണഘടന പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്കെന്നാണ്. അതിൻ്റെ അർത്ഥം രാജ്യത്തെ പൗരരായാലും അല്ലെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന് മുന്നിൽ തുല്യ പരിരക്ഷയുമുണ്ട് എന്നാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഇതെല്ലാം നിഷേധിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത്. അത്തരമൊരു നിലപാടെടുത്തപ്പോൾ രാജ്യത്ത് കോടാനുകോടി ജനങ്ങളാണ് ഭീതിയിലായത്, വലിയ ആശങ്കയിലായത്. ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക. അപ്പോൾ ആദ്യമായും പ്രതികരിക്കാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു. അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാടാണ്. ആ നാടിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് നാം അർത്ഥശങ്കക്കിടയില്ലാതെ ആദ്യമേ തന്നെ വ്യക്തമാക്കി, പൗരത്വ നിയമ ഭേദഗതിയായാലും ദേശീയ പൗരത്വ രജിസ്റ്ററായാലും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററായാലും ഈ കേരളം ഇവിടെ നടപ്പാക്കില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു. നമ്മുടെ ആ പ്രഖ്യാപനം മാത്രമല്ല, നാം എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ രൂപങ്ങളാണ് സംഘടിപ്പിച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നാടിൻ്റെ ആകെ പരിച്ഛേദം പ്രതിഷേധ സംഘവുമായി രൂപം കൊണ്ടു. തുടർന്ന് ഭരണഘടനാ സംരക്ഷണ റാലികൾ പലയിടത്തും നടന്നു. അതിൻ്റെ തുടർച്ചയായി സർവകക്ഷി യോഗം ചേർന്നു. അതിൻ്റെ തുടർച്ചയായി നിയമസഭാ യോഗം ചേർന്നു. നിയമസഭയിൽ ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. ഇതെല്ലാം നമ്മുടെ കേരളം ചെയ്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരള മുഖ്യമന്ത്രി എന്ന നിലക്ക് കത്തുകളയച്ചു. ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയിൽ സ്യൂട്ട് കേരള ഗവൺമെൻറ് ഫയൽ ചെയ്തു. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ആദ്യമേ തന്നെ സ്വീകരിച്ച ഒരു സംസ്ഥാനം കേരളമാണ്. അങ്ങനെയെല്ലാം ചെയ്തത് ഇവിടെ വലിയ ഭീതിയിൽ ആശങ്കയിൽ കഴിയുന്ന ജനകോടികളോട് ഇന്നലെ വരെ തലമുറകളായി ഇവിടെ ജീവിച്ചതുപോലെ ഇനി ജീവിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്ന ജനകോടികളോട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന സന്ദേശം നൽകുന്നതിനായിരുന്നു. പക്ഷേ നിർഭാഗ്യകരമായ ഒരു സംഭവം ഈ കാര്യത്തിലുമുണ്ടായി.
കോൺഗ്രസ് അവരുടെ സ്വഭാവം കാണിക്കുന്ന നില പിന്നീട് സ്വീകരിച്ചു. അവിടെ പ്രതിഷേധ സംഗമത്തിൽ പാളയത്ത് പ്രതിപക്ഷ നേതാവടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. സർവകക്ഷി യോഗം ഏകണ്ഠമായാണ് തീരുമാനമെടുത്തത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ പ്രധാനികളുമെല്ലാം ഉണ്ടായിരുന്നു. അവിടെയും പ്രമേയം ഏകണ്ഠമായാണ് അംഗീകരിച്ചത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് ഇതിനെയെല്ലാം തള്ളിപ്പറയുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഞങ്ങൾ യോജിച്ച ഒരു നടപടിക്കും ഇല്ല എന്നവർ പറഞ്ഞു. എന്താണ് അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? ഇതേവരെ ആ കാരണം അവർ വ്യക്തമാക്കിയിട്ടില്ല. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ സമീപനമായിരിക്കാം അത്തരമൊരു നിലപാടിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. സംഘപരിവാർ കൊണ്ടുവരുന്ന പൗരത്വ നിയമ ഭേദഗതിയെ ആ നിലക്ക് എതിർക്കുന്നത് ശരിയല്ല എന്ന ചിന്ത കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനുണ്ടാകാം. അതുകൊണ്ടാവാം നല്ല തോതിൽ യോജിച്ച പരിപാടികളിൽ പങ്കെടുത്തവർ പിന്നീട് ആ പരിപാടിക്കില്ല എന്ന് പറയുന്നതിന് ഇടയാക്കിയത്. ഇവിടെ നാം കാണേണ്ടത് 2019 ശേഷം 3-4 വർഷം കഴിഞ്ഞാണ് നമ്മുടെ പൗരത്വ നിയമ ഭേദഗതി നിയമമാക്കി മാറ്റുന്നതിൻ്റെ അതിൻ്റെ ചട്ടങ്ങൾ രൂപം കൊടുത്തത്. ആ ചട്ടങ്ങൾക്ക് രൂപം കൊടുത്തപ്പോൾ വീണ്ടും ശക്തമായ എതിർപ്പ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയർന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനം നേരത്തെ കൊടുത്ത സ്യൂട്ട് സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. ഈ ചട്ടഭേദഗതിയുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുന്ന നിലയുണ്ടായി. രാജ്യമാകെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പക്ഷേ വിചിത്രമായ കാര്യം, കോൺഗ്രസ്സിന് ഈ ഘട്ടത്തിൽ അഭിപ്രായമേ ഉണ്ടായില്ല. കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ആരെങ്കിലും കേട്ടോ? എന്തേ ഇതുപോലെ പ്രധാനപ്പെട്ടൊരു വിഷയത്തിൽ കോൺഗ്രസ്സിന് അഭിപ്രായമില്ലാത്തത്? മാത്രമല്ല, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇത്തരമൊരു ചട്ടം വന്നിരിക്കുകയാണല്ലോ, എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം? അപ്പോൾ ആലോചിച്ച് പറയാം എന്നാണ് മറുപടി. വൈകുന്നേരമാണത്, രാത്രി ആലോചിച്ച് പിറ്റേ ദിവസം പറയാമെന്നായിരിക്കും. അപ്പോൾ തൊട്ടടുത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി നിൽക്കുന്നു. അദ്ദേഹം ചിരിക്കുകയാണ്. ആ ചിരിയിൽ ഗാർഗെയും പങ്കുചേരുന്നു. രണ്ടാളും ചിരിക്കുന്നു. അവർക്ക് ചിരിക്കാം, പക്ഷേ ഈ രാജ്യത്തെ ജനകോടികളാണ്, കോടിക്കണക്കിന് ജനങ്ങളാണ് തീ തിന്ന് കഴിയുന്നത്. അവരുടെ ആ ഭയപ്പാടിൽ യാതൊരു ആശങ്കയും ഇവർക്കില്ല. അവരെ നോക്കിയാണ് ചിരിക്കുന്നത് എന്നത് ഇവർ ഓർക്കേണ്ടതായിരുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ ദൗർബല്യം എന്നത് നാം കാണണം. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒന്നിൽ പോലും ശരിയായ നിലപാട് സ്വീകരിച്ച് പോകാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. പലതിലും കോൺഗ്രസ് BJPയുടെ അതേ തട്ടിൽ നിൽക്കുന്നു എന്നതാണ് വസ്തുത. ഇപ്പോൾ
ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു അഴിമതി രൂപമായിരുന്നു ഇലക്ടറൽ ബോണ്ട്. ആ ഇലക്ടറൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്താ വ്യത്യാസം? ബി ജെ പി ഇലക്ടറൽ ബോണ്ട് കൊണ്ടുവന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടിയെന്നത് ശരിയാണ്. 8,000 കോടി രൂപയിലധികം ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. അത് ബി ജെ പി ചെയ്തപ്പോൾ ഞങ്ങളതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ? കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ പങ്കുപറ്റുകാരായല്ലേ മാറിയത്? അതിൻ്റെ ഭാഗമായി 1,800 കോടിയിൽ പരം രൂപ കോൺഗ്രസ് കൈപ്പറ്റ നിലയുണ്ടായില്ലേ? അപ്പോൾ എവിടെയാണ് ബി ജെ പിയുമായുള്ള വ്യത്യാസം കോൺഗ്രസ്സിന് നിൽക്കുന്നത്? അതേസമയം ഇടതുപക്ഷം കൃത്യമായി ഇതിനെതിരെ നിലപാടെടുത്തല്ലോ. തുടക്കത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാകാനില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞു. ഒരു പൈസയും ഇലക്ട്രൽ ബോണ്ടിൻ്റെ വകയായി ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ചത് മാത്രമല്ല, ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സമീപിച്ചു. ആ കേസ് ദീർഘകാലം സുപ്രീം കോടതിയിൽ പരിശോധിച്ചു. അതിൻ്റെ ഭാഗമായാണ് അവസാനം സുപ്രീം കോടതിയുടെ വിധി വന്നത്. അത് ഈ ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് കൃത്യമായി പറഞ്ഞു. മാത്രമല്ല, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തു വിടണം, സുതാര്യമാകണം. ആർക്കൊക്കെ പണം കിട്ടി, ആരൊക്കെ കൊടുത്തു എന്ന കാര്യങ്ങൾ പുറത്തു വരണം എന്ന് കൃത്യമായി സുപ്രീം കോടതി വ്യക്തമാക്കി. അങ്ങനെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയെല്ലാം മറച്ചു വെക്കാനാകും എന്നാണ് ഇത് കൈകാര്യം ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചത്. അത് SBIയുടെ നിലപാടായിരിക്കില്ല എന്നെല്ലാവർക്കും അറിയാലോ. അത്തരം വിവരങ്ങൾ മറച്ചു വെക്കാൻ താല്പര്യമുള്ളവർ BJPയും BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റുമാണ്. അതുകൊണ്ടാണ് SBI അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുക. അത് കോടതി അലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPIM സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചു. സുപ്രീം കോടതി ശക്തമായി ഇടപെട്ടു. എല്ലാ വിവരങ്ങളും പുറത്തു വിടണം എന്ന് സുപ്രീം കോടതി ശഠിച്ചു. എന്നിട്ടും തയ്യാറായില്ല. അവസാനം കടുത്ത ശാസനയോടെ സുപ്രീം കോടതി രംഗത്ത് വന്നു. അപ്പോഴാണ് ഇത് മനസ്സിലാക്കാനുള്ള കോഡടക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നത്. ഇപ്പോൾ നാടിൻ്റെ മുന്നിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണിത് എന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാം കാണേണ്ട കാര്യം, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്നതിന് വേണ്ടിയാണ്. പണത്തിലൂടെ ജനാധിപത്യ രീതി അട്ടിമറിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. ഇവിടെ വിചിത്രമായ നടപടികളാണ് BJP ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത്. ആദ്യം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ
അയക്കും. ആ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഇടപെടലുകൾ നടത്തുകയാണ്. അത് വിവിധ സ്ഥാപനങ്ങൾക്ക് നേരെ, വിവിധ സ്ഥാപന മേധാവികൾക്ക് നേരെ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേരെ ഇതിനിരയാക്കി വലിയ തോതിൽ പണം പിടുങ്ങുന്ന ഒരു വിഭാഗമായി BJP മാറിയിരിക്കുന്നു. ഇത് ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് പണം സമ്പാദിച്ച കൂട്ടർ. എന്നാൽ അതല്ലാതെ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ്സിനും ഇതിൻ്റെ എല്ലാം ഭാഗമായി പണം കിട്ടിയെന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് സാന്റിയാഗോ മാർട്ടിൻ. സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഇത്തരം കളികൾക്ക് പേരുകേട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം നമ്മുടെ ഈ ഇടപാടിൽ നല്ല തോതിൽ ഇടപെട്ടു എന്നാണ് കാണാൻ സാധിക്കുക. 1368 കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിൻ ഇതിൻ്റെ ഭാഗമായി ഇലക്ട്രൽ ബോണ്ട് നൽകിയത്. ആ തുകയിൽ 50 കോടി രൂപ കോൺഗ്രസ്സിനാണ് പോയത്, കോൺഗ്രസിൻ്റെ കൈകളിലാണ് എത്തിയത്. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ ആ തുക എത്തുന്നത്. ആന്ധ്രാപ്രദേശിലെ BJPയുടെ രാജ്യസഭാംഗം നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഋത്വിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ ഋത്വിക് പ്രോജക്ട്സ് 30 കോടി രൂപയാണ് കോൺഗ്രസ്സിന് കൊടുത്തത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി. അത് വെറുതെയല്ല, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ്. ഈ ഇലക്ട്രൽ ബോണ്ട് ആ തരത്തിൽ നടപ്പായപ്പോൾ അതിൻ്റെ തുടർച്ചയായി അവിടെയുള്ള ഒരു ജലവൈദ്യുത പദ്ധതി ഈ പറയുന്ന ഋത്വിക് പ്രോജക്ട്സിന് ഗവൺമെൻറ് അനുവദിക്കുന്നതിനിടയുണ്ടായി. എന്താണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ രാജ്യത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥ, നീതിന്യായ വ്യവസ്ഥ വലിയ തോതിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ EDയുടെ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുകയാണ്. എന്താണ് അദ്ദേഹത്തിനെതിരെ ചാർത്തിയ കുറ്റം? അവിടുത്തെ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ടാണ്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ മൊഴി കൊടുത്തിയ ഒരാൾ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യവസായിയാണ്. ആ വ്യവസായിയെ 2022 നവംബറിൽ ED അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിലൂടെ ഇലക്ട്രൽ ബോണ്ട് BJPക്ക് നൽകുന്നു. അങ്ങനെ വന്നപ്പോൾ 2023 മെയ്യിൽ ഈ ശരത്ചന്ദ്ര റെഡ്ഡിക്ക് ജാമ്യം അനുവദിക്കുന്നു. ജാമ്യാപേക്ഷ നൽകുന്നു. ED എതിർക്കുന്നില്ല. ബോണ്ടിൻ്റെ സ്വാധീനം നേരെ ശരത്ചന്ദ്ര റെഡ്ഡി പുറത്തിറങ്ങുന്നു. തൊട്ടടുത്ത മാസം ഈ റെഡ്ഡിയെ മാപ്പ് സാക്ഷിയാക്കി ED ചിത്രീകരിക്കുന്നു. ആ കേസിൽ പ്രതിയായ ഒരാളെ പിന്നീട് സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് വലിയ തുക ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടായി സമ്പാദിച്ച് അവിടെ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു
മൊഴി അദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിക്കുന്നു. അതാണ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞത്, എനിക്കെതിരെ യാതൊരു തെളിവുമില്ല, ഇത് ഉണ്ടാക്കിയ തെളിവാണ്, മാപ്പുസാക്ഷിയാക്കി സൃഷ്ടിച്ച് രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമായി വന്ന കേസാണിത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. 55 കോടി രൂപയാണ് ഈ പറയുന്ന റെഡ്ഡി BJPക്ക് നൽകിയിരുന്നത്. ഇവിടെ കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ അറസ്റ്റിനും 1 വർഷം മുൻപാണ് ഡൽഹിയിലെ മന്ത്രി മനീഷ് സിസോദിയെ ED അറസ്റ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തെ ഇതേ കേസിൽപ്പെടുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് പുറത്ത് സ്വീകരിച്ചൊരു സമീപനമുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളി ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളാണ്. അദ്ദേഹത്തിന് നേരെയാണ് കേസെടുക്കേണ്ടത്. അദ്ദേഹമാണ് യഥാർത്ഥ പ്രതി, അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. ഈ ആവശ്യമായിരുന്നു കോൺഗ്രസ് പരസ്യമായി എടുത്തത്. ഇത് രാജ്യത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടാണ്. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നടക്കുന്നത്. 2014 ശേഷം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ വിവിധ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിലുണ്ടായ വർധനവ് സാധാരണ വർധനവല്ല, 600% വർധനവാണ് ഈ കേസുകളിൽ ഉണ്ടായിട്ടുള്ളത്. 121 രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED കേസെടുത്തിട്ടുണ്ട്. അതിൽ 95% പ്രതിപക്ഷ കക്ഷി നേതാക്കൾക്കെതിരെയാണ്. അതേപോലെ തന്നെ CBI 124 കേസ് ഈ ഘട്ടത്തിലെടുത്തിട്ടുണ്ട്. അതെല്ലാം ഈ പറഞ്ഞതുപോലെ 95%-ലധികം പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ടവർക്കെതിരെയാണ്. എന്നാൽ ഇവിടെ ഡൽഹിയുടെ കാര്യത്തിൽ കണ്ടതുപോലെ കോൺഗ്രസ് ഇതര കക്ഷികളുടെ നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ വരുമ്പോൾ കോൺഗ്രസ് ആ അന്വേഷണ ഏജൻസികളുടെ വാദങ്ങളാണ് പരസ്യമായി ഉന്നയിക്കാറുള്ളത്. കോൺഗ്രസ് ആ അന്വേഷണ ഏജൻസികളോടൊപ്പം നിന്ന് ഈ പ്രതിപക്ഷ കക്ഷികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതാണ് പൊതുവെ രാജ്യത്ത് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഡൽഹി മുഖ്യമന്ത്രിയുടെ കേസ് മാറിയത് എന്നതും നാം കാണണം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർലമെൻറ്റിൽ നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാനുള്ള ആളുകളാണ് ആവശ്യം. അത് വ്യക്തത വേണം, ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവും ഉണ്ടാകരുത്. ആശയക്കുഴപ്പമില്ലാതെ നിൽക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾക്ക് സാധിക്കണം. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമ്മുടെ അനുഭവമുണ്ട്. ആ 5 വർഷക്കാലം ഇപ്പോഴത്തെ ലോക്സഭാ അംഗങ്ങളുടെ നിലയെടുത്താൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക 2 പേര് മാത്രമാണ് LDFൻ്റെ ഭാഗത്ത്, 18 പേര് UDFൻ്റെ ഭാഗത്താണ്. പക്ഷേ നമ്മുടെ പാർലമെൻറ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ജനാധിപത്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഭരണഘടനയെ അവഹേളിക്കുന്ന ഒട്ടേറെ നടപടികൾ, നമ്മുടെ ദേശീയ ഐക്യത്തിന് വിഘാതമാകുന്ന നിലപാടുകൾ,
ദേശീയോദ്ഗ്രഥനത്തിന് തടസ്സമാകുന്ന നടപടികൾ, അങ്ങനെയെല്ലാം വരുമ്പോൾ സാധാരണ കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയായി മുഴങ്ങാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ അതുണ്ടായില്ല. കാരണം നേർത്തുപോയി, ആളുകളധികം ഉണ്ടായില്ല. ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി, ആ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഈ 18 പേര് തയ്യാറായില്ല. അവരുടെ ശബ്ദം കേട്ടില്ല. സാങ്കേതികമായി ഒരു എതിർപ്പ് രേഖപ്പെടുത്തിയെന്ന് വരാം, പിന്നെ പോയി മൂലയിൽ ഒളിക്കുകയായിരുന്നു. ആകെ കേരളത്തിൽ നിന്ന് ആരിഫിൻ്റെ, ആലപ്പുഴയിലെ MP-യുടെ ശബ്ദം മാത്രമാണ് കേട്ടത്. ഇത് NIA ഭേദഗതി ബില്ല് വന്നു. NIA ഭേദഗതി ബില്ല് വന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. NIA ഭേദഗതി ബില്ലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എതിർത്ത് വോട്ട് രേഖപ്പെടുത്താൻ ഇവരെ ആരെയും കണ്ടില്ല. അവിടെയും ആരിഫിൻ്റെ ശബ്ദം മാത്രമേ മുഴങ്ങിയുള്ളൂ. UAPA ഭേദഗതി ബിൽ കൊണ്ടുവന്നു. എന്താണ് അതിൻ്റെയൊക്കെ ഉദ്ദേശമെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ ആ ബില്ലിനോടൊപ്പം കോൺഗ്രസും അണിനിരക്കുകയായിരുന്നു. നാം ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെതിരായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. ഇത് നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. കേരളം ഒരുപാട് പ്രതിസന്ധികളാണ് ഈ ഘട്ടത്തിൽ നേരിട്ടിട്ടുള്ളത്. ആ പ്രതിസന്ധികളെക്കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. നൂറ്റാണ്ടിലെ മഹാപ്രളയം, തുടർന്ന് അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തുടർന്ന് ലോകമാകെ നേരിട്ട കോവിഡ് മഹാമാരി, ഒരു സമയത്ത് നിപ്പ, വേറൊരു സമയത്ത് ഓഖി, ഇങ്ങനെ പലതും നമുക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെയെല്ലാമുള്ള ഘട്ടങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള സഹായം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതൊരു ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമല്ല. രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനത്തിന് ലഭിക്കേണ്ട അവകാശം. നാം പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു, തന്നില്ല. നിർഭാഗ്യകരമായ വശം, കേരളത്തിൽ നിന്ന് പോയ ഇവർ അതിനുവേണ്ടി ഒരക്ഷരം ശബ്ദിച്ചില്ല എന്നതാണ്. കേരളത്തെ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം നടന്നു. വലിയ തോതിൽ ഇടപെടൽ, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം. ആ ഘട്ടത്തിൽ കേരളത്തെ ഇങ്ങനെ ഞെരുക്കാൻ പാടില്ല എന്ന് പറയാൻ ഈ പറയുന്നവരുടെ ശബ്ദം പൊങ്ങിയില്ല. അവരുടെ ശബ്ദം പൊങ്ങിയത് കേരളം കെടുകാര്യസ്ഥയാണ് കാണിക്കുന്നതെന്ന് പറയാനാണ്. നിങ്ങൾ സ്വീകരിച്ച നടപടി ശരിയാണ്, ഇനിയും ആ നടപടിയുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പരോക്ഷമായി പറയുന്ന രീതിയാണ് കോൺഗ്രസ് പാർലമെൻറ്റിൽ സ്വീകരിച്ചത്. ഇവിടുത്തെ MP-മാർ ആ നിലപാടാണ് സ്വീകരിച്ചത്. നാടിനെതിരെ, കേരളത്തിനെതിരെ, രാജ്യത്തിൻ്റെ പൊതുവായ മൂല്യങ്ങൾക്കെതിരെ, അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്ന മനോഭാവം, ഇതാണ് കോൺഗ്രസ് ഇവിടെ സ്വീകരിച്ചു പോയത്. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയോടെ നിലപാടെടുക്കാൻ പറ്റുന്ന വ്യക്തികളാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് ലോക്സഭയിൽ ആവശ്യം. ഈ കാര്യത്തിൽ ഒരു സംശയവും ആശയക്കുഴപ്പവും ഇല്ലാത്തതാണ് കേരളത്തിലെ LDF-ന്, രാജ്യത്തെ ഇടതുപക്ഷത്തിന്. ആ ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിലെ LDF-ൻ്റെയും പ്രധാന നേതാക്കളിൽ ഒരാളായ സഖാവ് പന്ന്യൻ രവീന്ദ്രനാണ് ഇവിടെ ജനവിധി തേടുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് ആർക്കും സംശയമുണ്ടാകില്ല. ഏത് പ്രശ്നത്തിലും സുവ്യക്തമായ നിലപാട് അദ്ദേഹത്തിന് സ്വീകരിക്കാനാകും. എല്ലാ പ്രശ്നങ്ങളിലും നിങ്ങളോടൊപ്പം അദ്ദേഹം ഉണ്ടാകും. ഒരു പ്രശ്നത്തിൽ നിലപാടെടുക്കാൻ പോയാൽ, ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിലാണ് സംസാരിക്കേണ്ടതെങ്കിൽ ആ വിഷയത്തിൽ സംസാരിക്കാൻ ചെന്ന് ഇസ്രയേലിന് അനുകൂലമായൊരു അഭിപ്രായം സഖാവ് പന്ന്യൻ രവീന്ദ്രനിൽ നിന്നുണ്ടാകുമെന്ന് ആരും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. എല്ലാം വ്യക്തതയോടെ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു
ജനപ്രതിനിധിയായിരിക്കും സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹത്തെ ജനപ്രതിനിധി എന്ന നിലക്കും തിരുവനന്തപുരത്തിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ, നല്ല വിജയപ്രതീക്ഷയോടെ സഖാവ് പന്ന്യൻ രവീന്ദ്രനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നാം എല്ലാവരും നടത്തേണ്ടത്. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ്റെ ചിഹ്നമായ അരിവാൾ നെൽക്കതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റിലേക്ക് അദ്ദേഹത്തെ അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.